ഒരിക്കലും നികത്താനാകാത്ത വിടവ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മ വിടവാങ്ങി. നഷ്ടപ്പെട്ടത് മലയാള സിനിമയുടെ വാത്സല്യനിധിയായ അമ്മയെ. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഏതാനും ദിവസങ്ങളായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കളമശ്ശേരിയിലെ മുനിസിപ്പൽ ഹാളിൽ മൃതദേഹം നാളെ പൊതുദർശനത്തിന് വയ്ക്കും. മലയാള സിനിമയ്ക്ക് അമ്മ എന്നാൽ കവിയൂർ പൊന്നമ്മയാണ്. 400-ലധികം സിനിമകളിൽ വേഷമിട്ട കവിയൂർ പൊന്നമ്മ ശ്രദ്ധ നേടിയ വേഷങ്ങൾ അത്രയും അമ്മ വേഷങ്ങളായിരുന്നു. ഇതിൽ മോഹൻലാൽ പൊന്നമ്മ കൂട്ടുകെട്ടിൻ്റെ അമ്മ മകൻ കോമ്പിനേഷനാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. അത് ശരിവയ്ക്കുന്നു തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വാക്കുകളും. മോഹൻലാലിൻ്റെ ഒപ്പം സിനിമ ചെയ്യാനാണ് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് താൻ ഏറ്റവും നല്ല അമ്മയാകുന്നത്. ലാലിൻ്റെ ഒപ്പം താൻ അഭിനയിക്കുകയല്ല, യഥാർത്ഥത്തിൽ അമ്മയായി ജീവിക്കുകയായിരുന്നെന്നാണ് പൊന്നമ്മ പറഞ്ഞിട്ടുള്ളത്. അത് ശരിവയ്ക്കുന്നതായിരുന്നു മോഹൻലാലും പൊന്നമ്മയും തമ്മിലുള്ള കഥാപാത്രങ്ങൾ. ഹിസൈൻസ് അബ്ദുള്ളയും കിരീടവും ചെങ്കോലും ഭരതവും ഒന്നും മലയാള സിനിമയിലെ ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ പൊന്നമ്മയെ കാണാൻ ആശുപത്രിയിലേക്ക് ആദ്യം ഓടിയെത്തിയത് മോഹൻലാലാണെന്ന വാർത്തയും ഉണ്ടായിരുന്നു. അമ്മയെ കാണാൻ മകൻ ഓടിയെത്തി. മമ്മൂട്ടിയോടൊപ്പം ചെയ്ത അമ്മവേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു. തനിയാവർത്തനവും വാത്സല്യവുമെല്ലാം അതിനുദാഹരണമാണ്. സത്യനും പ്രേം നസീറും മധുവും തുടങ്ങിയ നടന്മാരുടെ അമ്മയായി തുടങ്ങി പിന്നീട് പുതുതലമുറയിലെ പല നടന്മാരുടെയും അമ്മവേഷം ചെയ്താണ് കവിയൂർ പൊന്നമ്മ തൻ്റെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. തൻ്റെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയതിൻ്റെ ഭാഗമായി 4 തവണ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1971, 72, 73 1994 മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ നേടി. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിയൂർ TP ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മ ജനിച്ചത്. നിർമ്മാതാവ് MK മണിസ്വാമിയായിരുന്നു പൊന്നമ്മയുടെ ജീവിത പങ്കാളി. ഏകമകൾ ബിന്ദു. അമ്മയും മകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പലപ്പോഴും വാർത്തയായിട്ടുണ്ട്. കവിയൂർ രേണുക സഹോദരിയാണ്.